രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ ഒന്ന് പോകണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അമ്പലത്തിൽ പോയി ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. പിന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ഇത് അമ്പലത്തിലെ ആലാണ് കേട്ടോ. അമ്പലത്തിന് അപ്പുറത്ത് ആത്രയാണ്. അവിടുത്തെ ആലും ഈ അമ്പലത്തിന് ചുറ്റും രണ്ട് സൈഡിലായിട്ട് ആലുണ്ട്. ഇനി നമുക്ക് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടക്കാം. ഇത് മൂർത്തി നടയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് മൂർത്തി നട ഇരിക്കുന്നത്. ഇത് അമ്പലത്തിലെ ആല് കണ്ടോ. ഞങ്ങളും കുഞ്ഞുനാളിൽ ഈ ആലിൻ്റെ തുമ്പ് പറിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകും. കാരണം എന്താ, സാറിൻ്റെ നിന്ന് അടി കിട്ടാതിരിക്കുക. ഇപ്പോഴും ഓർമ്മയുണ്ടോ കേട്ടോ ഞങ്ങൾക്ക്. ഇവിടെ വന്ന് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കും. അത് ഒരു തടസ്സങ്ങളുമില്ലാതെ മാറിക്കിട്ടും എനിക്ക്. അത്രയ്ക്ക് വിശ്വാസമാണ് എനിക്ക് ഇവിടുത്തെ അമ്മയോട്. എനിക്ക് സമയം കിട്ടാറുള്ളപ്പോഴൊക്കെ ഞാൻ അമ്പലത്തിൽ വരും. വന്ന് അമ്മേനെ കാണും, തൊഴുകും. ഇവിടെ വന്ന് തൊഴുത് കഴിയുമ്പോൾ മനസ്സിനെല്ലാം ഒരു ഉന്മേഷവും ശാന്തിയെല്ലാം ലഭിക്കും. ഞാനങ്ങനെ അമ്പലത്തിന് ചുറ്റും എല്ലാം നടന്ന് നിങ്ങളെ കാണിക്കാനാണ് ഇതെല്ലാം നടന്നുകൊണ്ട് അമ്പലത്തിൻ്റെ ചുറ്റുമെല്ലാം ഞാൻ കാണിക്കുന്നത്. ഞങ്ങളുടെ അമ്പലം എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴുള്ള നടവഴിയാണ്. അമ്പലത്തിനകത്ത് കയറാൻ 2 വഴിയുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ പോകാനുള്ള വഴിയാണ്. ഇതുവഴിയാണ് തൂക്കം ഇങ്ങനെ കറങ്ങി പോകുന്നത്. തൂക്കമുണ്ട് കേട്ടോ അമ്പലത്തിൽ. തൂക്കമുണ്ട്. പിന്നെ എന്താ പറയുക, വിശേഷങ്ങൾ. അർജൻറ്റീനയുടെ ബോർഡ് വെച്ചേക്കുന്നത് കണ്ട. നമ്മളെ ടീമാണ് അർജൻറ്റീന. നമ്മളെ ടീമാണ് കേട്ടോ. നിങ്ങളെ ടീം ആരാണെന്ന് പറയണേ. നമ്മളെ ടീം അർജൻറ്റീനയാണ്. അങ്ങനെ ചുറ്റുമതിലേറി ചുറ്റാതും കറങ്ങി നടക്കുകയാണ്. ഈ അമ്പലത്തിനകത്ത് കയറണം. എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും. ഇനി അമ്മയോട് പ്രാർത്ഥിക്കണം എനിക്ക്. കണ്ടില്ലേ, ഇതാണ് മൂർത്തി നട. നേരത്തെ ഞാൻ പറഞ്ഞാലോ, പുറത്ത് സൈഡിലാണ് മൂർത്തി നട. ഇത് അമ്പലത്തിനകം. വെള്ളിയാഴ്ച തോറും ഇവിടെ ഇരുന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പൂജയും കാര്യങ്ങളും ഇവിടെ ഇരുന്ന് ചെയ്യുക. എല്ലാവരും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെയാണ്.